കണ്ണൂർ കൂത്തുപറമ്പ് മെരുവമ്പായിൽ കാട് വെട്ടിത്തളിക്കുന്നതിനിടെ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൂന്നാം പടിക പള്ളിക്കുന്ന് അത്യാർകോട് സ്വദേശിനി സരോജിനിയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഞായറാഴ്ച കാലത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പണിക്ക് പോയതായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. സമീപത്തെ പമ്പ് ഹൗസിലേക്ക് പോയ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണത് അറിയാതെ ദേഹത്ത് തട്ടുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അപകടം പിന്നീട് അതുവഴി വന്ന നാട്ടുകാരാണ് ഇത്തരത്തിൽ ഷോക്കേറ്റ മരിച്ച നിലയിൽ കിടക്കുന്ന സരോജിനിയെ കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പിലാണ് ഇപ്പോൾ ഒരു മരണ വാർത്ത എത്തിയിരിക്കുന്നത്. മെരുവമ്പായിൽ കാട് വെട്ടിത്തളിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്. മൂന്നാം പടിക പള്ളിക്കുന്ന് സ്വദേശിനിയായ സരോജിനിയാണ് മരിച്ചത്. കാലത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പണിക്ക് പോയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. സമീപത്തെ പമ്പ് ഹൗസിലേക്ക് പോയ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണതാകാം മരണകാരണമെന്നാണ് നിഗമനം. അപകടം പിന്നീട് അതുവഴി വന്ന നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ചെയ്ത് മൃതദേഹം എടുക്കുന്നത്. എങ്കിലും ജീവനുണ്ട് എന്നുള്ള നിഗമനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലായിരുന്നു എത്തിച്ചതെങ്കിലും മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പിലാണ് തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചത്. കണ്ണൂർ കൂത്തുപറമ്പിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. മെരുവമ്പായിൽ കാട് വെട്ടിത്തളിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചത്. മൂന്നാം പടിക പള്ളിക്കുന്ന് സ്വദേശിനിയാണ് മരിച്ച സരോജിനി. ഇന്ന് രാവിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പണിക്ക് പോയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഷോക്കേറ്റ് ആയിരുന്നു മരണം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് സരോജിനിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.